പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു. സസ്പെൻഷൻ അടിച്ച് കയ്യെ കിട്ടി. എന്താലേ 2 വീക്സ് സസ്പെൻഷൻ എന്നൊക്കെ പറയുമ്പോഴേ അതിനെന്താടാ, നമുക്ക് 2 വീക്സ് അല്ലേ ഉള്ളൂ. അവന്മാർക്ക് 1 മന്ത് കിട്ടിയില്ലേ. അതാ എന്റെ വിഷമം. വിഷമോ? അതെ വിഷമം. അവന്മാർക്ക് 1 മന്ത് കിട്ടിയില്ലേ, നമുക്കോ വെറും 2 വീക്സ്. അവന്മാർക്ക് കോളേജിൽ വരാതെ 1 മന്ത് സുഖിക്കാൻ പാടില്ലേ. ഐഷ്, ഇവനെ കൊണ്ട്. ഞാൻ കരുതി ഇവന് സസ്പെൻഷൻ കിട്ടിയതിന്റെ വിഷമമാണെന്ന്. പിന്നെ സസ്പെൻഷൻ കിട്ടിയാൽ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നത്? ഈ 2 വീക്സ് നോ കോളേജ്, നോ ബോറിംഗ് ലെക്ചേഴ്സ്, നോ സ്റ്റഡീസ്, ഓൺലി ഈറ്റ് ആൻഡ് സ്ലീപ്പ്. വൗ, ഞാൻ സ്വപ്നം കണ്ട എന്റെ ഭാവി. അല്ല, ഈ 2 വീക്സ് എന്ത് ചെയ്യാനാ പ്ലാൻ? വേറെന്ത് ചെയ്യാൻ, നാട്ടിൽ പോവാം. ഈ ഹോസ്റ്റലിലെ പന്ന ഫുഡ് കഴിച്ച് ഞാൻ മടുത്ത്. ആദ്യം പറഞ്ഞ നേരാ, ഈ ഹോസ്റ്റലിലെ പന്ന ഫുഡ് കഴിച്ച് മടുത്ത്. ഇനി നാട്ടിൽ പോയി അമ്മ ഉണ്ടാക്കി തരുന്ന എന്തെങ്കിലും കഴിക്കണം. എന്നാ പിന്നെ നാട്ടിലോട്ട് തന്നെ വിടാം. അപ്പൊ എങ്ങനെയാ, നിങ്ങൾ വരുമല്ലേ ഞങ്ങളൊപ്പം ഞങ്ങളുടെ നാട്ടിലേക്ക്? പിന്നല്ല, ഇവിടെ നിന്നിട്ട് ഇനി പ്രത്യേകിച്ചുള്ള കാര്യമൊന്നുമില്ലല്ലോ, അല്ലടാ ഏതു? അതെ അതെ. അപ്പൊ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരുടെയും ഞങ്ങളുടെ നാട്ടിലേക്ക് പോകുന്നു. അയ്യോ, എന്റെ മുട്ട പപ്സും ലൈമും. എന്താന്ന്? അയ്യോ അതെ, നമ്മൾ അടി ഉണ്ടാക്കാൻ പോകുന്നതിന് മുമ്പ് ക്യാൻറ്റീനിൽ കയറി ഞാൻ 7 മുട്ട പപ്സിന് 7 ലൈമിന് ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ തീറ്റയുടെ കാര്യം പറഞ്ഞപ്പോഴത് ഓർമ്മ വന്നത്. വാടാ, പോയി അത് കഴിച്ചിട്ട് വരാം. അത് കഴിഞ്ഞിട്ടോ അതിനി എന്തു. ഓ, ഇവനെ കൊണ്ട്. ഇന്നലത്തെ അടിക്ക് ശേഷം പിന്നെ വിച്ചോണ്ണ കണ്ടതേ ഇല്ലല്ലോ. ഇന്നെങ്കിലും ഒന്ന് കണ്ടാ മതിയായിരുന്നു. അവിടെയൊന്നും കാണുന്നില്ലല്ലോ. ദിവസങ്ങൾ കടന്നുപോയി. എന്നാൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മുടെ മെഹി വിച്ചുവിനെ തിരയുമായിരുന്നു. അവൻ വന്നിട്ടുണ്ടോ എന്നറിയാൻ, അവനൊരു നോക്ക് കാണാൻ. എന്നാൽ അവൾക്ക് അതിന് മാത്രം കഴിഞ്ഞില്ല. അങ്ങനെ 1 വീക്ക് കടന്നുപോയി. ഗോഡ് പ്ലീസ്, ഇന്നെങ്കിലും വിച്ചോട്ടം വന്നിട്ടുണ്ടാവണേ. പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇല്ല, ഇന്നുമില്ല. ഈ 1 വീക്ക് വരാതിരിക്കാൻ മാത്രം വിച്ചോട്ടം എന്താ പറ്റിയേ? ഇവളെ ഇങ്ങനെ ഇട്ടാ ശരിയാവില്ല. മെഹി. യാദു, നീയോ? അല്ല, നീ എന്താ ഇവിടെ? അത് ഞാൻ നിന്നോടല്ലേ മെഹി ചോദിക്കണ്ടേ. നീ ഇവിടെ എന്തെടുക്കുവാ? ഞാനിവിടെ ചുമ്മാ നിൽക്കുമായിരുന്നു. അതെ, നീ ഇവിടെ നിൽക്കുമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും നീ ഇവിടെ നിൽക്കുമായിരുന്നു. വെറുതെ നിൽക്കുമല്ല, അപ്പുറത്തെ കോളേജിലേക്ക് നിൽക്കുമായിരുന്നു. എന്താ മെഹി, എന്താ നിനക്ക് പറ്റിയേ? യാദു, ഞാൻ മെഹി, നീ ഒരു കാര്യം മറന്നു. ഐ ആം യുവർ ബെസ്റ്റ് ഫ്രണ്ട്. നിന്റെ സ്വഭാവത്തിൽ എന്ത് മാറ്റം വന്നാലും അതെനിക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഞാൻ ലീവ് കഴിഞ്ഞ് വന്നതിന് ശേഷം എൻ്റെ പഴയ മെഹിയല്ല കാണുന്നത്. നിന്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഈ കഴിഞ്ഞ 1 വീക്കായിട്ട് നീ നല്ല ഡിസ്റ്റർബ്ഡ് ആണെന്ന് എനിക്കറിയാം. ഇത്രയും ദിവസം എക്സാക്ട് പറയുവാണെങ്കിൽ ഈ 1 വീക്ക് നീ അപ്പുറത്തെ കോളേജിലേക്ക് നോക്കി നിൽക്കുന്നതും അത്രയും നേരം നിന്റെ ഫേസിലുണ്ടായിരുന്ന ഒരു ആകാംക്ഷയും ഒരു പ്രതീക്ഷയും ഒക്കെ ഒരൊറ്റ നിമിഷം കൊണ്ട് വാനിഷ് ആവുന്നതും ഞാൻ കണ്ടിരുന്നു മെഹി. ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ നിന്നോട് ചോദിക്കാതിരുന്നത് നീയായിട്ട് എന്നോട് ഒന്ന് പറയൂന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. നീ പറഞ്ഞ ശരിയായതോ. ഈ 1 വീക്ക് ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡായിരുന്നു. എന്നിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിന്നിലെ മാറ്റങ്ങൾക്ക് കാരണം വിച്ചുവേട്ടനല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞ അത് കള്ളമായി പോകും. അതെ, വിച്ചോട്ടം തന്നെയാണ് എന്നിലെ മാറ്റങ്ങൾക്ക് കാരണം. നീ പറഞ്ഞില്ലേ
ഞാനായിട്ട് നിൻ്റെ അടുത്തൊന്നും പറഞ്ഞില്ലെന്ന്. എന്തായിരുന്നു യാതു ഞാൻ നിൻ്റെ അടുത്ത് പറയേണ്ടത്? വിച്ചോടിനോട് എനിക്കുള്ളത് ക്രഷാണോ, പ്രണയമാണോ, അതോ മറ്റെന്തെങ്കിലും ഫീലിങ്സ് ആണോ? അതുപോലും തിരിച്ചറിയാൻ എനിക്കിതുവരെ ആയിട്ടില്ല. ഞാൻ ഇതെന്ത് ഫീലിങ്സ് എന്നാടാ നിൻ്റെ അടുത്ത് പറയേണ്ടിയിരുന്നത്? ഈ 1 വീക്ക് വിച്ചേട്ടനെ കാണാൻ നീ ഇത്രയും വിഷമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പ്രണയമല്ലാതെ പിന്നെ എന്താ മെഹി? യാതു, അതെ മെഹി, യു ആർ ഇൻ ലവ് വിത്ത് ഹിം. സുമഹാസിതേ നിന്നെ കാത്ത് കാത്ത് അതെ, നീ പറഞ്ഞത് ശരിയാ യാതു. എനിക്ക് വിച്ചുവേട്ടനോട് പ്രണയ. യെസ്, ഐ ലവ് ഹിം. പകലുകളായ അതിശയ പ്രേമത്തെ താങ്ക് യു യാതു. നീ കാരണം ഞാനിപ്പോൾ ഇത് റിയലൈസ് ചെയ്തത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിനക്ക് ഈ പ്രപ്പോസ് ചെയ്യാനുള്ള പരിപാടിയൊന്നുമില്ലേ? പ്രപ്പോസാ? അതൊക്കെ വേണോ യാതു? പിന്നെ പ്രപ്പോസ് ചെയ്യാതെ നിന്റെ ഇഷ്ടം വിച്ചോട്ടൻ അറിയണ്ടേ? സത്യം പറയാലോ യാതു, എനിക്ക് പേടിയാ. വാട്ട്? പേടിയോ? ഗോഡ്, ഏതായാലും കൊള്ളാം. എന്തൊക്കെയായിരുന്നു ഈ മെഹിക്കയുടെ ഡിക്ഷണറിയിൽ പേടി എന്നൊരു വാക്കേ ഇല്ല. എന്ത് ഇപ്പൊ ഡിക്ഷണറി കൊടുത്ത് പുതിയത് വാങ്ങിച്ചു? യാതു, ഓക്കെ ഇനി സീരിയസ് ആണ്. നോക്കി പേടിപ്പിക്കാതൊരു ഭദ്രകാളി. ഞാൻ ഇത്രയും സീരിയസ് ആയിട്ടൊരു കാര്യം ഇവിടെ നിന്ന് പറയുമ്പോൾ അത് നിനക്ക് തമാശയായിട്ടാണോ തോന്നിയത്? ഞാനിവിടെ എൻ്റെ വിഷമം പറയുന്നു, അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ ഒടുക്കത്ത കിണി. പിന്നെ നിന്റെ വായിന്ന് ആദ്യമായിട്ട് പേടിയെന്നൊരു കാര്യം കേട്ടപ്പോ ചിരിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, അത് വിട്. നമ്മൾ വിഷയത്തിൽ നിന്ന് വല്ലാതെ തന്നെ മാറുന്നു. നീ കാര്യം പറ. എടാ, അതെനിക്ക് പേടിയായിട്ടാ. ഓഫ്, എന്റെ കുറിപ്പ് എന്നൊക്കെ പേടിയായിട്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് എന്തിനാന്നാ ചോദിച്ചേ. നീ അങ്ങനെ സാധാ കാര്യത്തിലൊന്നും പേടിക്കുന്ന ആളൊന്നുമല്ല. ഒരാളെ പോയി പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞാൽ നിനക്ക് അത്ര പണിയുള്ള കാര്യമൊന്നുമല്ല. നീ അതിനൊന്നും പേടിക്കത്തില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഇതിപ്പോ എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊന്നും മോള് പറഞ്ഞു തന്നെ. എടാ, അത് അച്ചുവേട്ടൻ പറഞ്ഞെനിക്കറിയാം. വിച്ചോട്ടൻ്റെ പുറകെ ഒരുപാട് ഗേൾസ് നടക്കുന്നുണ്ടെന്ന്. അവരൊക്കെ വിച്ചോട്ടനെ പോയി പ്രപ്പോസ് ചെയ്തപ്പോഴും വിച്ചോട്ടൻ അവരൊക്കെ റിജക്റ്റ് ചെയ്യുക ചെയ്തിട്ടുള്ളതെന്ന്. സോ ഞാനും ഇതുപോലെ പോയി പ്രപ്പോസ് ചെയ്താൽ എന്നെയും വിച്ചോട്ടൻ അവരെ പോലെ റിജക്റ്റ് ചെയ്താലോ? ഗോഡ്, യാതു എന്നെ കൊണ്ടത് ആലോചിക്കാൻ കൂടെ വയ്യ. എന്റെ പൊന്നു പൊട്ടിക്കാളി, നീ പോയി ഇഷ്ടാന്ന് പറയാതെ അങ്ങനെ എങ്ങനെയാണ് നിന്റെ ഇഷ്ടം തിരിച്ചറിയാം? എന്നിട്ടല്ലേ റിജക്ഷനുമില്ല? എടാ, പക്ഷേ ശരിയാ, ഞാൻ പറയാതെ എൻ്റെ ഇഷ്ടം വിച്ചോട്ടൻ അറിയില്ല. പക്ഷേ എനിക്ക് എടാ, ഈ നേരെ പോയി പ്രപ്പോസ് ചെയ്യല്ലാതെ വേറെന്തെങ്കിലും വഴിയുണ്ടോ? വേറെ ഐഡിയ എന്നൊക്കെ പറയുമ്പോ എന്നാ നീ കോള് വിളിച്ചിഷ്ടാന്ന് പറ. അതാവും പ്രശ്നമില്ലല്ലോ. ഒന്ന് പോടാ. വീട്ടിലെ നമ്പറിൽ നിന്ന് കാലമാണ് വിളിക്കുന്നതെങ്കിൽ അച്ചുവേട്ടൻ കണ്ടാൽ മതി ആ നമ്പർ. അപ്പം തന്നെ അങ്ങേർക്ക് മനസ്സിലാകും. പിന്നെ വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് വിളിക്കാമെന്ന് ഓർത്താലും അവർ വിചാരിച്ചാലാണോടാ ആ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റാത്തത്? ഓ, അങ്ങനൊരു പണിയുണ്ടല്ലേ. എന്നാ പിന്നെ ബൂത്തിന്ന് വിളിക്ക, അതാവുമ്പോ പ്രശ്നമില്ലല്ലോ. ബൂത്തിന്ന് ഇനി ഇതിനു വേണ്ടി മാത്രമായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ബൂത്തിൽ പോയി വിളിച്ച വേണ്ട, മെനക്കെട്ട പണിയാ, എന്നെ കൊണ്ട് പറ്റൂല. നീ വേറെ വല്ല ഐഡിയയും പറ. വേറെ ഐഡിയ എന്നൊക്കെ പറയുമ്പോ എന്നാ പിന്നെ നീ വല്ല ലെറ്റർ എഴുത്. അയ്യേ, പണ്ടത്തെ കാലത്ത് ഐഡിയയും കൊണ്ട് ഇറങ്ങിയിരിക്കും അവൻ. ഈ കാലത്ത് ആരെങ്കിലും ലെറ്റർ എഴുതുമോ? നീ വേറെ വല്ല ഐഡിയയും പറ. വേറെ ഐഡിയ അല്ലേ? അവൾക്ക് കഷ്ടപ്പെടാനും പറ്റൂല, ഒന്നിനും പറ്റൂല. എന്നിട്ട് ഇവിടെ നിന്ന് ഐഡിയതാന്ന് പറയുമ്പോ ഐഡിയ എടുത്ത് തരാനായിട്ട് ഞാൻ കുഴിക്കുമല്ല ഐഡിയക്ക് വേണ്ടി. ഉച്ചക്കെങ്ങാണ്ടും തുടങ്ങി ആലോചനയാ. ക്ലാസ്സിൽ പോലും കേറിയിട്ടില്ല. ക്ലാസ് ഇട്ടിട്ടാണെങ്കിൽ 5-6 മണിക്കൂറായി. ഓ, പറയണ്ടാത്തൊന്നും ക്ലാസ്സിൽ കയറിയ നീ മലമറിക്കുമെന്ന്. അവിടെ കിടന്ന് ഉറങ്ങാനല്ലേടാ നിനക്ക്? അപ്പൊ ഞാൻ അവിടെ കയറി ഉറങ്ങിയെന്ന് എന്നോടാരാ പറഞ്ഞത്? ഞാൻ കണ്ണടച്ച് ക്ലാസ് ശ്രദ്ധിക്കുന്നത്, അത് അല്ലാതെ ഉറങ്ങുന്നൊന്നുമല്ല.
ഉവ്വ ഉവ്വ, ഇനിയിപ്പം അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ വിടാം. ഞാൻ എന്തായാലും വീട്ടിൽ പോകും. നീ ഇവിടെ നിന്ന് ആലോചിക്കോ എന്താന്ന് ചെയ്യും. അയ്യോ മോനെ യാതു, പോവല്ലേ, ഞാനും വന്നുണ്ട്. എന്താ മോളെ മെഹി, നിന്റെ ആലോചനയൊക്കെ കഴിഞ്ഞോ? ആ ഇന്നത്തേക്ക് കഴിഞ്ഞു, ഇനി ബാക്കി നാളെ. ഓ, ഇതിനൊരു അറുതിയില്ലേ? ഏയ്, ഒരു പ്ലാൻ കിട്ടുന്നവരെ ഇതിനൊരു അറുതിയേ ഇല്ല. ആ എന്നാ ഇപ്പം വീട്ടിൽ പോവാം. മിക്കവാറും മിഷി വീട്ടിൽ ചെന്നിട്ടുണ്ടാകും. ആ മിഷി, നീ വന്നോ? അല്ല, മിഹി എവിടെ? എനിക്കറിയില്ല അമ്മ, അവളിപ്പോൾ എൻ്റെ ഒപ്പം അല്ലല്ലോ വരുന്നത്. അവളിപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് വഴികയല്ലേ വരുന്നത്. ഞാനിറങ്ങിയ ടൈമിൽ അവൾ ആ യാദോടൊപ്പം ഇരുന്ന് വർത്താനം പറയുന്നുണ്ടായിരുന്നു. വിളിച്ചപ്പോൾ വന്നോളാം പൊക്കോളാൻ പറഞ്ഞു. ശരിയാ, കുറച്ച് മാസമായിട്ടല്ലെങ്കിലും പെണ്ണിപ്പോൾ വഴിക്കാണ് വരുന്നത്. അവളിങ്ങ് വരട്ടെ, കൊടുക്കാം. അമ്മ, ഞാൻ വന്നോ? വന്നോ? ഇത്ര നേരം എവിടെ ആയിരുന്നു മിഹി നീ? ക്ലാസ് വിട്ടിട്ട് എത്ര നേരമായി? അങ്ങനെയുള്ള മിഷി വീട്ടിൽ വന്നു, നീ എവിടെ ആയിരുന്നു? അതു ബസ്സിലെ തിരക്കായിരുന്നു, എത്തണ്ടേ ഇങ്ങോട്ട്? ഓ, നിനക്ക് മാത്രമുള്ളൂ ഇതൊക്കെ, മിഷിക്ക് അതൊന്നുമില്ലല്ലോ. അവൾ ക്ലാസ് വിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എത്തി. നീ ഇപ്പം അവൾ വന്ന് എന്തോരം ടൈം കഴിഞ്ഞിട്ടാണ് നീ എത്തിയത്? അത് പിന്നെ അവൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഇറങ്ങി ഓടുമല്ലേ. ഞാൻ പിന്നെ അവിടെ യാതുമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് പതുക്കെ പതുക്കെ. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് മാസമായിട്ട് നീ വൈകിട്ട് വഴുകിയാണ് വരുന്ന മെഹി. ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ഇതൊക്കെ. ആദ്യമൊക്കെ രാവിലെ വഴുകി പോകും, വൈകിട്ട് നേരത്തെ വരുമായിരുന്നു. ഇപ്പോൾ കുറച്ച് മാസമായിട്ട് രാവിലെ നേരത്തെ പോകും, വൈകിട്ട് വഴുകി വരും. എന്താ മെഹി ഇത്? അത് പിന്നെ രാവിലെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാകും, അതുകൊണ്ട് ഞാൻ നേരത്തെ പോകുന്നു. ഓ, അപ്പോൾ ഈ മിഷിക്ക് ഇതൊന്നുമില്ലേ? നിൻ്റെ സെയിം ക്ലാസ്സിലാണല്ലോ അവൾ, അവൾക്ക് ഈ സ്പെഷ്യൽ ക്ലാസ് ഒന്നുമില്ലേ? അത് പിന്നെ അവൾ വഴിക്ക് വരുന്നത് ഞാൻ എന്ത് ചെയ്യാനാ രാവിലെ ക്ലാസ്സിലേക്ക്? ഞാൻ നേരത്തെ പോകും. പിന്നെ എനിക്ക് സെമിനാർ കംപ്ലീറ്റ് ആക്കാനും ഒക്കെ ഉണ്ടാകും, സെമിനാറും അസൈൻമെൻറ്റൊക്കെ കംപ്ലീറ്റ് ആക്കാൻ ഉണ്ടാകും. അതുകൊണ്ടൊക്കെ ഞാൻ രാവിലെ നേരത്തെ പോകുന്നത്. പറഞ്ഞേനു, കള്ളങ്ങൾക്ക് മേലെ കള്ളം അങ്ങനെ ഉണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. നോക്കിക്കോ, ഒരു ദിവസം ഞാൻ പിടിക്കുന്നുണ്ട്. ചെല്ല്, പോയി ഫ്രഷ് ആയിട്ട് വാ, ചായ എടുത്ത് വയ്ക്കാം. മിഷി തെണ്ടി എന്തോ അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവൾക്കിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. മിഷി, എന്താടേ നീ എന്തിനാണ് ഇവിടെ കിടന്ന് തൊള്ളോർക്കുന്നത്? സത്യം പറഞ്ഞു കുരുപ്പേ, നീ എന്താ അമ്മയടുത്ത് പറഞ്ഞു കൊടുത്തത്? ഞാനെന്ത് പറയാൻ? ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഓ, നീ ഒന്നും പറഞ്ഞിട്ടില്ലല്ലേ? മര്യാദയ്ക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് നല്ലത് കൊള്ളും. അപ്പം അത് പിന്നെ ഞാൻ അമ്മയടുത്ത് നീ ഇപ്പോൾ കുറച്ച് മാസമായിട്ട് വഴിക്ക് വരുന്നതെന്ന് പറഞ്ഞ് ഞാനത്രേ പറഞ്ഞുള്ളൂ. ഓ, നീ അത്രേ പറഞ്ഞോളൂല്ലേ? നിന്നെ ഞാനുണ്ടല്ലോ, എന്നെ വിട ഉരുപ്പേ, എന്തോ ഈ കാണിക്കുന്നു. നിന്നെ വിടില്ലടി, നിനക്കുണ്ടല്ലോ, നീ ഒറ്റ കൊടുക്കുമല്ലേ? നിന്നെ ഉണ്ടല്ലോ വീടോടി, ഒന്ന് നിർത്തോ രണ്ടും, കുറെ നേരായി. മനുഷ്യന് ചെവി തല കേൾക്കുന്നില്ല. രണ്ടും ഇവിടെ മിണ്ടാതിരുന്നോളാം, അല്ലെങ്കിൽ ചട്ടകം വെച്ച് എൻ്റെ കയ്യിൽ നിന്ന് രണ്ടിനും കിട്ടും. മിണ്ടാതിരിക്കുക, അതായിരിക്കും നല്ലത്. നോക്കിക്കോ മിഷി, നിനക്കിട്ട് ഞാൻ തരാം, നീ പോടി ഉരുപ്പേ. നിന്നോണ്ടല്ലോ. എന്താണ് മെഹിക്കുട്ട, അച്ഛൻ്റെ കാന്താരി അതാ മിണ്ടാതിരിക്കുന്നത്? ഹേയ്, ഒന്നുമില്ല ചേ, ഞാനിങ്ങനെ ഓരോന്ന് ചിന്തിച്ചോണ്ടിരുന്നതാ. എന്താ ഇത്രപ്പെടുത്ത് ചിന്തിക്കാൻ? അല്ല, പഠിത്തത്തിൻ്റെ കാര്യമൊക്കെ.
ഓ, പഠിത്തത്തിന്റെ കാര്യത്തിനെ പറ്റിയൊക്കെ നീ ചിന്തിക്കാൻ തുടങ്ങി? അച്ഛേ. ഒന്നുമില്ല. നീയും കഴിക്കും, നാളെ ക്ലാസ്സിൽ പോവേണ്ടല്ലേ? അയ്യോ. ആഹാ, എന്താ കിണി. അല്ലെങ്കിൽ എന്നെ കളിയാക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ. അല്ലേലും അവൾക്കിപ്പോൾ ഫുൾ ടൈം ചിന്ത മാത്രം അച്ഛേ. ദേ, 2 എണ്ണം മിണ്ടാതിരുന്നു, എൻ്റെ കൈ നല്ലത് കിട്ടും. വെറുതെ പറയൂ അച്ഛേ. അല്ല എൻ്റെ മിഹി, നിനക്ക് ഈ കിടക്കാറൊന്നും ആയില്ലേ? ഇപ്പോൾ ഫുൾ ടൈം നിനക്ക് ചിന്ത മാത്രമാണല്ലോ. തെമിശി, നീ എൻ്റെ കൈ വാക്കിന്ന് മാറിയുന്നു, അല്ലെങ്കിൽ നിനക്ക് എൻ്റെ കൈ നല്ല ഇടി കിട്ടുവേ. ഓ പിന്നെ, നീ ഇടിക്കാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ കൈ മാങ്ങ പറിക്കാൻ വേണ്ടി പോവുമല്ലേ? നിൻ്റെ കൈ മാങ്ങയോ ചക്കയോ പറിക്കാൻ പോട്ടെ, ബട്ട് എൻ്റെ കൈ നിനക്ക് കിട്ടുമെന്നുള്ള കാര്യത്തിന് ഒരു പേടിയും വേണ്ട, നല്ല ഇടി കിട്ടും. അല്ല മിഹി, എന്നാലും നീ എന്തേ ചിന്തിച്ചു കൂട്ടുന്നത്? ഓ, അറിഞ്ഞേ പറ്റൂ. എന്നാ കേട്ടോ, എനിക്കൊരാളോട് മുടിഞ്ഞ പ്രേമ. ഞാൻ ആ ആളെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തേ? ഓ ആണോ, നേരത്തെ പറയണ്ടേ? അതിനിപ്പം എന്താ, അതിലെന്താ പ്രോബ്ലം? അതോ, എനിക്ക് ആളൊന്ന് പ്രപ്പോസ് ചെയ്യണം. എന്തേ, വല്ല മാർഗമുണ്ടോ? അവൾ കാര്യം അന്വേഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ആ ഉണ്ട്, നല്ലൊരു ഐഡിയ ഉണ്ട്. നീ ഒരു ഊമക്കത്തങ്ങ് എഴുത്. ഊമക്കത്ത് കൊള്ളാലോ. എന്താ മോളെ, റിലേ അടിച്ചു പോയോ? പാതിരാത്രി ഒരു വട്ടം പറഞ്ഞിറങ്ങിയിരിക്കുക, അവളും അവളുടെ ഒരു കാമുകനും. നിനക്ക് കാമുകനുണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം അല്ലേ? നടന്നു തന്നെ. അപ്പോൾ നീ എവിടെയും ചിന്തിച്ചുകൊണ്ടിരിക്കേ, ഞാൻ പോയി ഉറങ്ങട്ടെ. അതെന്തിലാവട്ടെ. ആ ഐഡിയ കൊള്ളാലോ, ഊമക്കത്ത്. എന്ന് വെച്ചാൽ പേരുമില്ല, അഡ്രസ്സും ഇല്ല, ആരാന്ന് ആർക്കും അറിയാനും പറ്റത്തില്ല. അത് കൊള്ളാം. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എൻ്റെ ഇഷ്ടം വിച്ചുവേട്ടനെ അറിയിക്കാനും പറ്റും. കൊള്ളാം, നല്ല ഐഡിയ. മിഷി മുത്തേ, എന്തോ ആടിയത് പാതിരാത്രി വന്ന്. താങ്ക് യു. എന്തിന്? ഒന്നിനുമല്ല, നീ കിടന്നുറങ്ങിക്കോ. ശരി എന്നാൽ.